ഹലോ ഗേസ്, രാവിലെ തന്നെ എങ്ങോട്ടുള്ള പുറപ്പെടില്ലെന്നറിയോ? അമ്പലവയലിലുള്ള ചീങ്ങരിമല കാണാൻ. കൽപ്പറ്റയിൽ നിന്ന് അമ്പലവയലിലേക്ക് നമ്മളൊരു കാറിലാണ് യാത്ര പുറപ്പെട്ടത്. അവിടെ എത്തി ചീങ്ങരിമല കാണാൻ വേണ്ടിയിട്ട് കയറുകയാണ്. എന്നെ ഈ യാത്രയിലേക്ക് ഒപ്പം കൂട്ടിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫേമിയാണ്. അവൾ പോകുന്ന ജിമ്മായ കൽപ്പറ്റയിലുള്ള ഫിറ്റ്നസ് ക്ലബ്ബാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. അവൾ കാരണം എനിക്ക് ഈ അതിമനോഹരമായ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റി. ഞാൻ വീട്ടിൽ നിന്ന് മോളെയും മോനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും എനിക്കറിയില്ല. അവിടെ എത്തിയപ്പോഴാണ് എല്ലാവരെയും പരിചയപ്പെടുന്നത്. പിന്നെ വയനാട്ടിൽ തന്നെയുള്ള ഇടത്തിലുള്ള അഗസ്റ്റിൻ ചേട്ടനാണ് നമ്മളെ ഗൈഡായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയത്. പുള്ളീൻ്റെ കൂടെയുള്ള യാത്ര സത്യം പറയല്ലോ സൂപ്പർ യാത്രയായിരുന്നു. നമ്മളെല്ലാവരും കൂടെ മുകളിലേക്ക് കയറുകയാണ്. മുകളിലോട്ട് കയറിയിട്ട് എൻ്റെ മുകളിലാണിത് നിൽക്കുന്നത്. മുകളിൽ കയറി വല്ല സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും വയനാട്ടിൽ വരുവാണെങ്കിൽ ചീങ്ങരിമല കാണാൻ ഒരിക്കലും മറക്കരുത്. എന്തായാലും കയറണം. അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. കെയർഫുള്ളായിട്ട് തന്നെ കയറണം. അതിൻ്റെ മുകളിൽ നിന്നൊന്നും ഇപ്പോൾ സംഭവിക്കരുത് ആർക്കും. എല്ലാവരും യാത്ര പുറപ്പെടണം. പക്ഷേ യാത്ര പോകുമ്പോൾ അവനവനെ തന്നെ എല്ലാവരും സൂക്ഷിച്ച് തന്നെ പോകണം മുകളിലേക്ക്. ഇത് അഗസ്റ്റിൻ ചേട്ടനാണ് എല്ലാവരും ഗൈഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും പുള്ളി സേഫായിട്ട് കൊണ്ടുപോയിട്ട് അതേപോലെ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. പിന്നെ മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറണമെങ്കിൽ കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറ് പിടിച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. കാണുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര പാടാണെന്ന്. ഞാൻ അടിയിൽ നിന്നൊക്കെ ഞാൻ ഓർത്തു, അയ്യോ ഇതിൻ്റെ മുകളിൽ കയറാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് കയറാൻ പറ്റി. എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്ത യാത്രയായിരുന്നു. അങ്ങ് ദൂരെ കാണുന്നില്ലേ, അത് എന്താ അറിയോ, കാരാപ്പുഴ ഡാമിൻ്റെ കുറച്ച് പോർഷനാണ് ആ കാണുന്നത്. ദൂരേന്ന് കാണും നമുക്ക് കാരാപ്പുഴേൻ്റെ ചെറിയ പോർഷനാണ് ആ കാണുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുകയാണ്. കാരാപ്പുഴയാണ് കാണുന്നത്. കാരാപ്പുഴ നല്ല ഭംഗിയില്ലേ, ദൂരേന്ന് കാണാൻ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഞാൻ മുകളിലേക്ക് കയറി. ബാക്കിയുള്ളവർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ മുകളിലെത്തിയപ്പോൾ ആ ദൂരെ കാണുന്നത് എല്ലാം മലകളാട്ടോ. അതിലൊക്കെ കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദൂരെ കാണുന്നത് ഇപ്പോൾ മഞ്ഞുണ്ട്, അതേപോലെ തന്നെ മഴയുണ്ട്. രണ്ടും കൂടെ കോടയും കൂടെ വന്നിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. മുകളിലെത്തിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. നമ്മളിപ്പോൾ കാറ്റിൻ്റെ കൂടെ പാറിപ്പോകുന്നു, അത്രയും കാറ്റായിരുന്നു. പിന്നെ മുകളിലെത്തി നമ്മളെല്ലാവരും കൂടെ മഴയെല്ലാം പെയ്തപ്പോൾ കൈയെല്ലാം പിടിച്ചൊരു വട്ടെല്ലാം കറങ്ങി നല്ല രസമായിരുന്നു. നമുക്കറിയില്ലെങ്കിലും ആ യാത്രയിൽ എല്ലാവരും നമുക്ക് പരിചയപ്പെടാനും അവരെല്ലാവരും എന്താ പറയുക, എല്ലാവരും ഒരേപോലെ തന്നെ വൈബുള്ള ആൾക്കാർ. നമുക്ക് ഒരു അറിയാത്ത ആൾക്കാരാന്നുള്ള അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും അറിയാത്ത ആൾക്കാരുടെ യാത്രയാണ് അത്രയും മനോഹരമാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് പുതിയ ആൾക്കാരെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങളെല്ലാം ചെറിയൊരു പാട്ടൊക്കെ വെച്ച് ഒരു റീൽസൊക്കെ തട്ടിക്കൂട്ടുന്നു. പക്ഷേ ഡാൻസ് കളിക്കാനൊന്നും അറിയുന്നില്ല, കുളമായി. എന്നാലും പിന്നെ ഞാനും മോളും കൂടെ കൈ പിടിച്ച് വട്ടം കറങ്ങി. മോൾക്ക് ചെറുതായിട്ട് പേടിണ്ടായിരുന്നു വീഴുമെന്ന്. ഇനി ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നമുക്ക് രസമല്ലേ. അങ്ങനെ നമ്മൾ വട്ടം കറങ്ങി കളിക്കുകയാണ്. പിന്നെ അഗസ്റ്റിൻ ചേട്ടൻ്റെ വക നല്ല അടിപൊളി ഒരു മോട്ടിവേഷനും കിട്ടി. ഇത് ഫിറ്റ്നസ് ക്ലബ്ബിലെ ആൾക്കാരാണ്. പിന്നെ ഞാനും മോളും കൂടി ചെറിയ സെൽഫിയൊക്കെ എടുത്ത് സൂപ്പർ.